ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 31 ഞായർ ഇക്കൊല്ലം സകല ആത്മാക്കളുടെയും തിരുനാളാണ്. ഇന്ന് നമ്മൾ സകല ആത്മാക്കളുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. ഓൾ സോൾസ് ഡേ. മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലിയിൽ ഉപയോഗിക്കുന്ന വായനകൾ ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. ഈ വിചിന്തനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വായനകൾ ഇവയാണ്. ഒന്നാം വായന ജ്ഞാനം 3:19 മുതലുള്ള വാക്യങ്ങൾ. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ കൈകളിലാണ്. പ്രതിവചന സങ്കീർത്തനം 23 കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. രണ്ടാം വായന റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. 5-ാം അധ്യായം 5 മുതൽ 11 വരെ വാക്യങ്ങൾ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. സുവിശേഷം യോഹന്നാൻ 6:37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അവസാന നാളിൽ ഞാൻ അവരെ ഉയർപ്പിക്കും എന്ന് യേശു പ്രസ്താവിക്കുന്ന വചനഭാഗം. സകല ആത്മാക്കളുടെയും ദിനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ആദ്യം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. ദൈവസ്നേഹത്തിൽ എപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മരിച്ച എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സഭ ഈ ദിവസം നമ്മെ ക്ഷണിക്കുന്നു. ഈ ശുദ്ധീകരണത്തെ നാം ശുദ്ധീകരണ സ്ഥലം എന്നാണ് വിളിക്കുന്നത്, പെർഗട്ടറി. ശുദ്ധീകരണ സ്ഥലത്തെ ശിക്ഷയായിട്ടല്ല നാം കാണേണ്ടത്. ശുദ്ധീകരണ സ്ഥലത്തെ നാം കാണേണ്ടത് അപൂർണമായ എന്തും സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സൗമ്യമായ കരുണ അഗ്നിയായിട്ടാണ്. നമ്മുടെ പ്രാർത്ഥനകളും ദിവ്യബലി അർപ്പണങ്ങളും ത്യാഗങ്ങളും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ശരിക്കും സഹായിക്കുന്നു എന്നാണ് നാം വിശ്വസിക്കേണ്ടത്. കാരണം നാം എല്ലാവരും വിശുദ്ധരുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്. ദിവ്യബലിയുടെ ആമുഖ ഗീതത്തിൽ, മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലിയുടെ ആമുഖ ഗീതത്തിൽ പറയുന്നത് പോലെ ജീവിതം മാറിയിട്ടേ ഉള്ളൂ, അവസാനിച്ചിട്ടില്ല. അതിനാൽ ഇന്ന് നമുക്ക് മുൻപ് പോയവരെ ഓർമ്മിക്കുകയും ദൈവത്തിൻ്റെ കരുണ അവരെ നിത്യ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് വിശ്വസിക്കുകയും ചെയ്യേണ്ട ദിവസമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായന നമുക്ക് ആഴമായ ആശ്വാസം നൽകുകയാണ്. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ഒരു പീഡനവും അവരെ സ്പർശിക്കുകയില്ല. ഇതിലും ശക്തമായ മറ്റെന്താണ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുക? നമ്മുടെ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വിശ്രമിക്കുന്നത്. ലോകത്തെ രൂപപ്പെടുത്തിയ, രോഗികളെ സുഖപ്പെടുത്തിയ, കുരിശിൽ നീട്ടിയ അതേ കരങ്ങളിലാണ് അവർ വിശ്രമിക്കുന്നത്. അവരുടെ ഭൗമിക കഷ്ടപ്പാടുകൾ അവസാനിച്ചു. ഇപ്പോൾ അവർ സമാധാനത്തിൽ വിശ്രമിക്കുന്നു. സ്നേഹമായ കർത്താവ് തന്നെ അവരെ വഹിക്കുകയാണ് തൻ്റെ കരങ്ങളിൽ. നമ്മിൽ നിന്നും വേർപിരിഞ്ഞവരെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം നമ്മോട് പറയുന്നത് അവർ ഇപ്പോഴും എക്കാലത്തേക്കാളും കൂടുതൽ ജീവനോടെ ഇരിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ ഉജ്ജ്വല സാന്നിധ്യത്തിൽ അവർ ഇപ്പോഴും ജീവിക്കുന്നു എന്നാണ്. 2-ാം വായനയിൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ അടങ്ങിയിരിക്കുന്നത് നാം ആഗ്രഹിക്കുന്നത് എപ്പോഴും ലഭിക്കണമെന്ന ചിന്തയിലല്ല. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലാണ്. യേശു മരണത്തിലൂടെ നമുക്ക് മുൻപേ കടന്നു പോയത് നമ്മെ മരണത്തിൽ നിന്നും രക്ഷിക്കാനല്ല, മറിച്ച് മരിച്ചവരെ രൂപാന്തരപ്പെടുത്തുവാനാണ്. യേശു വീണ്ടും ഉയർത്തെഴുന്നേറ്റതിനാൽ മരണത്തിന് ഇനി അവസാന വാക്കില്ല.
അതിനാൽ സിമിത്തേരികൾ ഈ ലോക ജീവിതത്തിൻ്റെ അവസാന ഇടങ്ങളല്ല, അത് കാത്തിരിപ്പിൻ്റെയും പ്രത്യാശയുടെയും ഇടങ്ങളാണ്. ഓരോ ശവകുടീരവും വിശ്വാസത്തിൽ നട്ടതും പുനരുദ്ധാനത്തിൻ്റെ മഹത്തായ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നതുമായ ഒരു വിത്ത് പോലെയാണ്. സുവിശേഷത്തിൽ യേശു നമുക്ക് ഉറച്ച ഉറപ്പ് നൽകുകയാണ്. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും നിത്യജീവനുണ്ട്. അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. നമ്മുടെ ഏറ്റവും ആഴമേറിയ വിശ്വാസമാണിത്. നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരല്ല. അവർ മരണത്തെ ജയിച്ച അതേ കർത്താവിന് ഭരമേൽപ്പിക്കപ്പെട്ടവരാണ്. നാം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ഭൂതകാലത്തെ ഓർമ്മിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹത്തിൽ പങ്കുചേരുകയും സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള അവരുടെ യാത്ര വേഗത്തിലേക്ക് ആക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും സന്നദ്ധതയോടെ ജീവിക്കുവാൻ സകല ആത്മാക്കളുടെയും ദിനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പരേതർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ തന്നെ ഹൃദയങ്ങളെ പരിശുദ്ധവും ക്ഷമിക്കുന്നതും വിശ്വസ്തവുമായി നിലനിർത്താൻ നമ്മെ ഓർമ്മിപ്പിക്കണം. നമ്മുടെ പരേതരെ ബഹുമാനിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം നാം നന്നായി ജീവിക്കുക എന്നതാണ്. അവർ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, അവർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക, അവർ ചെയ്തതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ സിമിത്തേരികൾ സന്ദർശിക്കുമ്പോഴോ കുഴിമാടങ്ങളിൽ മെഴുകുതിരികൾ കത്തിക്കുമ്പോഴോ നമുക്ക് നിശബ്ദമായി ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാം, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.